ഈ കളി ജയിക്കാൻ മാത്രമല്ല, ഭരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരുടെ കഥയാണ്. എഴുതി തള്ളിയവർക്ക് മുന്നിൽ തുടർച്ചയായി രണ്ടാം തവണയും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റുകൾക്ക് തകർത്തെറിഞ്ഞ് രജത് പട്ടിദാറും സംഘവും വീണ്ടും ഒരു സുവർണാധ്യായം എഴുതി ചേർത്തു. അഹമ്മദാബാദിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് തുടക്കത്തിലെ പിഴച്ചു. ഗില്ലും സുദർശനും അതിവേഗം മടങ്ങിയപ്പോൾ റാസിഖ് സലാമിന്റെയും ബുംറയുടെയും ഹേസൽവുഡിന്റെയും ബോളിംഗ് കരുത്തിൽ RCB കളം നിറഞ്ഞു. ഒടുവിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഗുജറാത്ത് 155 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ വെങ്കടേഷ് അയ്യർ വെടിക്കെട്ട് തുടക്കം നൽകിയെങ്കിലും ആ രാവ് മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ദ വൺ ആൻഡ് ഓൺലി വിരാട് കോഹ്ലി. സമ്മർദ്ദഘട്ടത്തിലും ശാന്തനായി ബാറ്റ് വീശിയ കിങ് കോഹ്ലി 9 ബൗണ്ടറികളും 3 സിക്സറുകളും പറത്തി വെറും 42 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്നു. ആ ഒറ്റയാൾ പോരാട്ടത്തിൽ ഗുജറാത്തിന്റെ കിരീടമോഹങ്ങൾ കരിഞ്ഞടങ്ങി. എതിരാളികളുടെ തട്ടകത്തിൽ വന്ന് അവരെ അടിച്ചമർത്തിയ ഈ വിജയം RCB ആരാധകരുടെ ചോരത്തിളപ്പാണ്. കളിയാക്കിയവർക്കെല്ലാം ഇനി മിണ്ടാട്ടമുണ്ടാകില്ല. അതേ, ആരാധകർ കാത്തിരുന്ന ആ സുവർണ നിമിഷം വീണ്ടും ഉയർന്നിരിക്കുന്നു. ഇനി ബാംഗ്ലൂരിന്റെ യുഗം.